അപ്പോൾ ഞങ്ങൾ ചപ്പാത്തി മേക്കിംഗ് ആണ് ഞങ്ങളുടെ പുതിയ വീട്. അപ്പോൾ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ നമുക്ക് നോക്കാം അങ്ങനെയുണ്ട്. കുറേ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിടാം. സമയമില്ല മെയിനായിട്ട് വീഡിയോസ് ഒന്നും ഇടാനൊന്നും. തിരക്കാണ്, പണീൻ്റെ തിരക്ക്. പിന്നെ പണീൻ്റെ വീഡിയോസ് കുറച്ച് ഇടുന്നുണ്ട് ഞാൻ, വെൽഡിങ്ങിൻ്റെ പണീൻ്റെ. അപ്പോൾ ഒന്ന് കുക്കിംഗ് വീഡിയോ ഒന്ന് ഇടാന്ന് വെച്ചു. ഇപ്പോൾ ചപ്പാത്തി പരത്തി ഇതിനകത്ത് എങ്ങനെ പൊന്തുന്നത് സിസ്റ്റം കാണിച്ചത്. ചപ്പാത്തി നോർമൽ ചപ്പാത്തി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു. അതല്ലാണ്ട് നോർത്ത് ഇന്ത്യക്കാർ വേറെ സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. അത് ഞാൻ നോക്കി പഠിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ചുട്ടതിന് ശേഷം ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇങ്ങനെ പപ്പടം പൊന്നുന്നവരെ പൊന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ സോഫ്റ്റായിട്ട് ചപ്പാത്തി വരും. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. പക്ഷേ ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ കുറച്ച് ഓയിൽ നന്നായിട്ട് യൂസ് ആക്കണം. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് ഓയിൽ യൂസ് ആക്കുന്നില്ല, പരത്തുമ്പോൾ മാത്രം. പിന്നെ ചുടുമ്പോൾ ചപ്പാത്തിക്ക് ഓയിൽ വേണ്ട. മാവിൻ്റെ അപ്പുറം ഓയിൽ മിക്സ് ആക്കിയിട്ട് മാവ് കുഴച്ചിട്ട് ചുടുക. ചുട്ടൊരു കുറച്ചൊരു ബോയിൽ ആയതിനു ശേഷം, വെന്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നന്നായിട്ട് പൊന്തും. നല്ല സോഫ്റ്റ് ചപ്പാത്തി, നല്ലതാ മരമരായ ചപ്പാത്തി, സോഫ്റ്റ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ചപ്പാത്തിയാണ്. ഇത് വേണമെങ്കിൽ നല്ല കട്ടിയുള്ളതാക്കാം, നോർമലാക്കാം. നമുക്ക് അധികം കട്ടി വേണ്ട, ഒരു നോർമലായിട്ടുള്ള ചപ്പാത്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളെന്തായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് യൂട്യൂബിൽ എങ്ങനെ സംഭവം ഒന്നും അറിയില്ല കാര്യമായിട്ട്. പിന്നെ ജസ്റ്റ് വീഡിയോ എടുത്തിടുന്നത് അത്ര മാത്രം. ഇത് നോക്കുക, അടുപ്പിൽ വെച്ചു ഡയറക്റ്റ്. അപ്പോൾ ഇതൊന്ന് പൊന്തലണ്ട, ചപ്പാത്തി പൊന്തുന്ന, പൂരി പൊന്തുന്ന പോലെ പൊന്തുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ചിടുക, തിരിച്ചിടുക, അത്രയാണ്. കൈ കൊള്ളാണ്ട് നോക്കണം. കുടലുണ്ട് പക്ഷെ അത് യൂസ് ആക്കുന്നില്ല, അത് ഭയങ്കര അഭ്യാസമാണ്. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ മറിച്ച് തിരിച്ചിടുക. അപ്പോൾ താങ്ക് യു വാച്ചിങ് ഫോർ വീഡിയോ.